ഹലോ, ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് വി-ഗാർഡിൻ്റെ 2800 വാട്ട്സ് ഹീറ്റ് പമ്പാണ്. അപ്പോൾ അതിൻ്റെ ടാങ്കാണ് നമ്മളിന്ന്. ടാങ്കും യൂണിറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആണ്. ഏകദേശം ഒരു 4-5 മണിക്കൂർ വരുന്ന പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ കുറേശ്ശെ ക്ലിപ്പായിട്ട് നമ്മളിങ്ങനെ ഇത് ഇട്ടുകൊണ്ടേ ഇരിക്കും. അതായത് ആവശ്യക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടവർക്ക് അത് മനസ്സിലാക്കാനും പറ്റും. എന്താ വെച്ചാൽ വലിയ ലെങ്ത് ഇല്ലാതെ 3 മിനിറ്റ് 5 മിനിറ്റൊക്കെ വെച്ച് ഇങ്ങനെ നമ്മൾക്ക് കുറേശ്ശെ ആയിട്ട് ഇടാം. അപ്പോൾ ഇത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് കുറേശ്ശായിട്ട് കാണുമ്പോൾ അവർക്കും തന്നെ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ടാങ്ക്. 500 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ്. 300 ലിറ്റർ ടാങ്ക്, 500 ലിറ്റർ ടാങ്ക്, 1000, 200 ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ 500 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ്. 2800ൻ്റെ ഒരു യൂണിറ്റുമാണ് ഉള്ളത്, ഹീറ്റ് പമ്പ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 300 കൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് നമ്മളെ ഹീറ്റ് പമ്പ് വരുന്നത്. ഒരു ഇൻലെറ്റ്, ഒരു ഔട്ട്ലെറ്റ് എന്നിങ്ങനെയുള്ളത് AC-ൻ്റെ നേരെ ഓപ്പോസിറ്റ് വെർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഏകദേശം നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ നമ്മളിത് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഹീറ്ററിൻ്റെ കോയിലാണ്, ബാക്കപ്പ് കോയിലാണ് ഇപ്പോൾ നേരത്തെ മുകളിൽ കണ്ടിട്ടുള്ളത്. അത് നമ്മൾ ഊരിയൊക്കെ വെക്കുന്നുണ്ട്. കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ, അല്ല ഹീറ്റ് പമ്പ് കേടാകുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുത്ത് വർക്ക് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു ബേസ്, ഒരു ചെറിയ, അതായത് ഒരു ഹീറ്റ് പമ്പ് വെക്കാനുള്ള ഒരു സ്ഥലം ഞങ്ങളിപ്പോൾ ഒരുക്കിയതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്, ഹീറ്റ് പമ്പ് വെക്കുന്നതിൻ്റെ. അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് പതിയെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. വി-ഗാർഡാണ് കമ്പനി. ഇതിൻ്റെ പമ്പുണ്ട്, റീസർക്കുലേഷൻ പമ്പുണ്ട്, മറ്റ് പമ്പുകളുണ്ട്. PPR ആണ് ഞങ്ങൾ പൈപ്പ് ചെയ്യുന്നത്. ആ പച്ച പൈപ്പിലാണ് ഞങ്ങൾ കംപ്ലീറ്റ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ വർക്കുകളും നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തി തരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പമ്പിനെയും നിങ്ങൾക്ക് പരിചയപ്പെടാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ബാക്കപ്പ് കോയിൽ. കറണ്ട് യൂണിറ്റ് കേടാകുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതാണ്. ഇതിലേക്കാണ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ 500 ലിറ്റർ വെള്ളം മൊത്തത്തിൽ നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ചൂടാക്കിയെടുക്കാം. മറ്റേത് ഹീറ്റ് പമ്പ് വെച്ചിട്ട് വരുമ്പോൾ ഇതിൻ്റെ 10ൽ 1 എന്ന് പറഞ്ഞ മാതിരിയുള്ള കറണ്ട് കൺസപ്ഷനെ ചിലവുണ്ടാവുകയുള്ളൂ. ഏകദേശം 2 യൂണിറ്റൊക്കെയാണ് ഒരു ദിവസം വർക്കിംഗ് അവർ ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ഇനിയും വിശദമായിട്ട് വരാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതായത് ഇതിൻ്റെ A to Z കാര്യങ്ങൾ, ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇത് ഫിറ്റ് ചെയ്താൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഏതൊക്കെ മേഖലയിലാണ് ഫിറ്റ് ചെയ്യുക, വീടുകൾക്ക് ഇത് നിർബന്ധമാണോ, കൂടുതൽ ബാത്റൂമുകൾ വരുന്നിടത്താണോ അത് വെക്കുക, ഹോം സ്റ്റേ വില്ലാസാണിത് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. പക്ഷേ വലിയ വീടുകളൊക്കെ ആണെങ്കിൽ 5-6 ബാത്റൂമുള്ളിടത്തൊക്കെ നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിൽ വെക്കാൻ പറ്റിയ ഹീറ്റ് പമ്പുകളുണ്ട്. ആ ഹീറ്റ് പമ്പ് വെച്ചാൽ ഏറെ ഗുണകരമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം.